ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്. അവതരണം സുനീഷ് വിതുര. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എല്ലാ വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കണമെന്ന് MLA പറഞ്ഞു. താലൂക്ക് തല ദുരന്ത നിവാരണ സമിതി യോഗത്തിന്റെ തീരുമാനങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തി. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിന് സജ്ജരായിരിക്കണമെന്ന് എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി താലൂക്ക് ഓഫീസിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും അടഞ്ഞുകിടക്കുന്ന ഓടകളും കലുങ്കുകളും വൃത്തിയാക്കി വെള്ളമൊഴുക്ക് ഉറപ്പുവരുത്താനും പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടുന്നതിന് അനുമതി നൽകാൻ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിനും നിർദ്ദേശം നൽകി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അവർക്കാവശ്യമായ ഭക്ഷണം, മരുന്ന്, വസ്ത്രം തുടങ്ങിയവ ഉറപ്പുവരുത്താനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പുവരുത്തണം എന്നും യോഗം നിർദ്ദേശിച്ചു. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധന പൂർത്തീകരിച്ചു. MC റോഡിൽ കാരിത്താസ് ജംഗ്ഷൻ, സംക്രാന്തി, കുമാരനല്ലൂർ, ചൂട്ടുവേലി, SH മൗണ്ട്, നാഗമ്പടം, തിരുവാതുക്കൽ, ഈരയിൽ കടവ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ചിങ്ങവനം മുതൽ പുളിമൂട് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലും കഞ്ഞിക്കുഴിയിലും ജൂൺ 4 പരിശോധനയുണ്ടായിരുന്നു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജൂൺ 1 ചേർന്ന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട സംഘത്തെ ഗതാഗതക്കുരുക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായി ഏർപ്പെടുത്താവുന്ന പുനഃക്രമീകരണങ്ങളുടെ സാധ്യത പരിശോധിക്കുന്നതിനായി നിയോഗിച്ചത്. പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയം പാമ്പാടി എക്സൈസ് ഓഫീസിന്റെയും വിമുക്തി മിഷന്റെയും ആഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ മിനി മാരത്തൺ സംഘടിപ്പിച്ചു. ലഹരിയുടെയും പുകയില ഉപയോഗത്തിന്റെയും ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ചാണ്ടി ഉമ്മൻ MLA മിനി മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 130 പേർ പങ്കെടുത്ത മിനി മാരത്തണിൽ പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജു K. ഐസക്, വിമുക്തി AEC MK പ്രസാദ്, കോട്ടയം CI KR കൃഷ്ണകുമാർ, വിമുക്തി കോർഡിനേറ്റർ KS അനീഷ എന്നിവർ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ അർച്ചന വിമൻസ് വെൽഫെയർ സൊസൈറ്റി ഏറ്റുമാനൂർ റീജിയൻ പരിസ്ഥിതി ദിനം ആചരിച്ചു. ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ആയൂർ ജാക്ക് പ്ലാവിൻ തൈ ഡയറക്ടർക്ക് നൽകി പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ഓഫീസിൽ നടന്ന പരിപാടിയിൽ അർച്ചന വിമൻസ് സെന്റർ ഡയറക്ടർ മിസ് ത്രേസ്യമ്മ മാത്യു അധ്യക്ഷത വഹിച്ചു. 250 ആയൂർ ജാക്ക് പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു. യൂണിറ്റ് ഓഫീസർമാർ, ആർച്ച് ഹെഡ് അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 150ഓളം കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളോടൊപ്പം സ്വയം തൊഴിൽ സംരംഭകത്വ സാധ്യതകൾക്കും വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, സ്വയം തൊഴിൽ സംരംഭകത്വ പ്രവർത്തനങ്ങളിലൂടെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും വരുമാന സാധ്യതകൾക്ക് വഴിയൊരുക്കുവാനും കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി മാർ മാത്യു മൂലക്കാട്ട് പൊന്നാടയും പൂച്ചെണ്ടും നൽകി ആദരിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.